പൂട്ടിയിട്ടകത്തിരിക്കുക. എന്താടാ ഇവൻ കള്ളം തന്നെ. എനിക്കത് തോന്നി. ആ മുഖം കണ്ടല്ലേ, ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അവന്റെ പുറത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതുമായിരിക്കും. ഇപ്പൊ താഴ് തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. കള്ളതാണെന്ന് തോന്നുന്നു. നീ കവലെ പോയി 3-4 പേരെ വിളിച്ചിട്ടുണ്ട്. ഭയങ്കര കള്ളനാ. പകരം മോഷണം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ. വീരപ്പന്റെ വീരപ്പനല്ല വാഴപ്പല്ലേ. ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെയൊക്കെ ഒരു കുളിയും തേവാരും. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. പതുക്കെ വലിയ എടോ പ്രസിഡന്റെ, ഒന്നവിടെ നിന്നേ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. കുമാരനാരാണ് താൻ അറിയും. ഈ ഗേറ്റ് അല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാരന്റെ സ്റ്റാർമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ, ശവങ്ങള്. ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ശരി വന്നിട്ട് ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ. ഒരു കാറ്റ് വന്നാ മതി. ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കിച്ചുകൂടെ? അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ. ഈ കുമാരൻ വിളിച്ചാൽ വരും. ഏത് ലൈൻമാനും വരും. അയ്യേ അയ്യേ, മാനൊന്നും വിളിച്ചില്ല മയ്യ.
കുളി ഇവിടെ നിന്ന് മാറ്റുന്നതാണ് ബുദ്ധി. എന്ത് പറ്റിയടാ? നിനക്ക് കൂലി പിടിച്ച? അത് നീ കുളിക്കുന്നില്ലേ? അല്ല, നല്ലൊരു ബാത്റൂം ഇവിടെ വെറുതെ ഒഴിഞ്ഞിടക്കില്ലേ? ആവശ്യമായിട്ട് കുളിക്കല്ലോ. ഈ ഓപ്പൺ എയറിലെ കുളി ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഓ അത് ശരി. പോര്. എന്താ ശരി? പേടിയാണല്ലേ? പേടിയാ? ആരെ? ആന്നല്ല, ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇത്തിരി ഡീസന്റ് ആവാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യം. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിന്? ആ സുഭദ്രാമ്മ വരുമ്പോ ഹീറോ ആവാന്ന് കരുതി നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാ അത്ര പെട്ടെന്ന് മറന്നു വരില്ല. ഒന്ന് പോടാ. ആ നീർക്കോല് വലിക്കുന്ന അവൻ എന്നെ അടുത്തങ്ങ് വിഴുങ്ങി കളയൂ. നില്ല്. നീ ആളുകൾ അങ്ങനെ അങ്ങ് വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. എന്നിട്ടാണ് നാട്ടുകാരെ കണ്ടപ്പം ബ്രൂസിൽ കിടന്ന് ഓടിയത്. അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങും. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ. എങ്ങോട്ടാ? കോളേജിലേക്ക്. ഞാനും വരാം. അയ്യേ, ഈ വേഷത്തിലോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ലോകം മുഴുവൻ അംഗീകരിച്ച യൂണിഫോമാ ഇത്. എന്തേ, എനിക്ക് ശരിയില്ലേ? നല്ല ചേർച്ച. നോക്കുകുത്തി കുപ്പായ ഇടിച്ച പോലുണ്ട്. അമ്മായി, അമ്മായി, എന്താടാ ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എന്താ പ്രശ്നം? കുമാരേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നു. അതിനെന്താ? കോളേജിൽ പോയി ഞങ്ങൾക്കറിയാം. കൂട്ടൊന്നും വേണ്ട. ആ, ഇന്ന് മുതൽ ഇങ്ങനെ പോയാ മതി. അതിന് വിഷമമുള്ളവര് കോളേജിൽ പോണോന്നില്ല. നീ ചെല്ല്. അനുഭവിച്ചോ? നിന്റെ മുറച്ചെറുക്കനല്ലേ? മൂന്ന് കണ്ടാ മതി. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അതെന്തിനാ? പിടിച്ചുപറി, ബലാത്സംഗം, കൊള്ളിവെപ്പ്, ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്കും ചെയ്യാമല്ലോ. കറക്റ്റ്. നടക്കുന്നില്ലേ? ടീച്ചർ വരുന്നു. ഏത് ടീച്ചർ? ഇവിടുത്തെ ടീച്ചർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിനെ കൊണ്ടുനടക്കുന്നത്? അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ. നീ വന്നിട്ടില്ല. ഇന്നെന്താ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം? അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. ഓ അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ചു. നമ്മുടെ കരാട്ടെ നിൽക്കുന്നു. ഒന്ന് പരിചയപ്പെടാനിരിക്കുകയായിരുന്നു. ഞങ്ങളും. അതെ, ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. കൈക്കണ്ട് പറ്റി അവന്റെ സ്പെഷ്യാലിറ്റിയാ. പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദക്കാരൻ. മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. എന്താ വിശേഷം? പിറന്നാളാ? അത് ശരി. എന്നിട്ട് ഇപ്പോഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ. അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട. ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. മതി. വാ, പോകാം. ഇവന്മാരെന്റെ കൈ മെനക്കെടുത്ത ലക്ഷണമാ. വരട്ടെ. ചെല്ല്, ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ? ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു. ഞാൻ അയ്യടാ, പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് അതിൽ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ അത് ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷന് കൊടുത്താൽ ശരിയാവൂ? ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും. അമ്മേ ഓടി വന്നേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. വേണ്ടാത്ത ഒരു ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസം ഒന്നും ഇതിനകത്ത് പറ്റില്ല. അവന്റെ ഒരു കോഴി എന്തൊരു വാസന!
ഒന്ന് മറിച്ചില്ലടാ, വേഗം മുരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി വാങ്ങിച്ചു ഒരു 2 എണ്ണം നല്ല ചകചകാനം കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആ. പട്ടയോ? ആ. അല്ല അതിപ്പോ ഇവിടെ അതേ കിട്ടൂ, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ, ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ, മതിയോ? തീപ്പെട്ടിയുണ്ട്. എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ഏയ്, ചേട്ടാ സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ, അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാ. എങ്ങനുണ്ട്? ആ ധീർക്കോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കൂടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല. നീ ആ ഷർട്ട് വെച്ചേ. ഏയ്, ഒന്നുമില്ലെന്നേ. ഷർട്ട് വിടാ. എന്താ ഇങ്ങനെ? നിങ്ങൾ നോക്കിയേ. ഇങ്ങോട്ട് മാറി. ഞാൻ പോവാ. അല്ല, വിടണേ. ആ ഷർട്ട്. കുനിയൻ. അയ്യോ, എല്ലാം അടിച്ചു. ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ. അമ്മ